ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സിഒയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് ഓഫ് 8085 മൈക്രോ പ്രോസസ്സറിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ 8085 മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ വരുന്നതാണ് ഫെച്ചും അതുപോലെ തന്നെ ഡീകോഡ്, എക്സിക്യൂട്ട് പോലുള്ള ഓപ്പറേഷൻസൊക്കെ. അതിൽ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് ഓപ്പറേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സൈക്കിളിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. An instruction is a command given to the microprocessor to perform a specific operation on a given data. നമുക്കറിയാവുന്നതാണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്. മൈക്രോ പ്രോസസ്സർ കൊടുക്കുന്ന ഒരു കമാൻഡാണ്. ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പർട്ടിക്കുലർ ഡാറ്റയിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സറിന് നമ്മൾ കൊടുക്കുന്ന ഒരു കമാൻഡാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ റിട്ടൺ ഫോർ എ പ്രോസസ്സർ ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക് ഈസ് കാൾഡ് എ പ്രോഗ്രാം. ഇങ്ങനെയുള്ള സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഒരു പർട്ടിക്കുലർ ടാസ്ക് പ്രോസസ്സർ പെർഫോം ചെയ്യാനുള്ള ഒരു സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയാം. പ്രോഗ്രാം ആൻഡ് ഡാറ്റ ആർ സ്റ്റോർഡ് ഇൻ മെമ്മറി. നമുക്കറിയാം പ്രോഗ്രാംസും അങ്ങനെയുള്ള പ്രോഗ്രാംസും ഡാറ്റയൊക്കെ എവിടെ ഉണ്ടാവുക, മെമ്മറിയിലാണ് ഉണ്ടാവുക. ദ മൈക്രോ പ്രോസസ്സർ ഫെച്ചസ് വൺ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി അറ്റ് എ ടൈം ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്. ദെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു പ്രോഗ്രാംസും ഡാറ്റയൊക്കെ എവിടെ ഉണ്ടാവുക, മെമ്മറിയിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും, മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും. ദെൻ എന്ത് ചെയ്യുന്നു, ഒറ്റ ടൈമിൽ ഒരു ഇൻസ്ട്രക്ഷനെയാണ് ഫെച്ച് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇറ്റ് എക്സിക്യൂട്ട് ആൾ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ പ്രോഗ്രാം വൺ ബൈ വൺ ടു പ്രൊഡ്യൂസ് ദി ഫൈനൽ റിസൾട്ട്. അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസിനെയും വൺ ബൈ വൺ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഫൈനൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The necessary step that a microprocessor carry out to fetch an instruction and necessary data from the memory to execute it constitute an instruction cycle. So instruction cycle എന്താ വരിക, ഇങ്ങനെയുള്ള നെസസറി സ്റ്റെപ്സ് ആണ് വരിക. ഏതൊക്കെ നെസസറി സ്റ്റെപ്സ് ആണ് മൈക്രോ പ്രോസസ്സർ ക്യാരി ഔട്ട് ചെയ്യുന്ന നെസസറി സ്റ്റെപ്സ് ഏതൊക്കെയാണത്? ഫെച്ച് ആണ് ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക. അതേപോലെ തന്നെ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റാസിനെയും ഫെച്ച് ചെയ്യുക, എവിടുന്ന് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുക. ഇതൊക്കെയാണ് വരുന്നത്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾസിൽ വരുന്നത്. Okay, in other words, an instruction cycle is defined as the time required to completing the execution of an instruction. മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടൈമിനെ നമുക്ക് എന്ത് പറയാം, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയാം. an instruction cycle consists of a fetch cycle and an execute cycle. അതേപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ എന്തൊക്കെ ഉണ്ടാകും, ഫെച്ച് സൈക്കിൾ ഉണ്ടാകും, അതുപോലെ തന്നെ എക്സിക്യൂട്ട് സൈക്കിൾ ഉണ്ടാകും. സോ ഫെച്ച് സൈക്കിളിനെയും എക്സിക്യൂട്ട് സൈക്കിളിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ദ ടൈം റിക്വയർഡ് ടു ഫെച്ച് ആൻ ഓപ്പ് കോഡ് is a fixed slot of time, while the time required to execute an instruction is variable which depending on the type of instruction to be executed. So fetch cycle എന്താണ്, നമ്മൾ ഒരു ഓപ്പ് കോഡ്, നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷനിൽ എന്താ ഉണ്ടാവുക, ഓപ്പ് കോഡാണ് ഉണ്ടാവുക അല്ലേ. സോ അങ്ങനെ ഓപ്പ് കോഡിനെ, ഒരു ഇൻസ്ട്രക്ഷനിലുള്ള ഓപ്പ് കോഡിനെ ഫെച്ച് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ടൈം എത്രയാണോ അതാണ് ഫെച്ച് സൈക്കിൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇനി ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എക്സിക്യൂട്ട് സൈക്കിൾ എന്താണ്, ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് എക്സിക്യൂട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ IC നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഫെച്ച് സൈക്കിൾ FC, അതുപോലെ തന്നെ പ്ലസ് എക്സിക്യൂട്ട് സൈക്കിൾ EC. ഇത് രണ്ടിടയിൽ പ്ലസ് ആണ് കേട്ടോ, രണ്ടും കൂടിയിട്ടുള്ളതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിളായിട്ട് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഫെച്ച് ഓപ്പറേഷനെ കുറിച്ചിട്ടും എക്സിക്യൂട്ട് ഓപ്പറേഷനെ കുറിച്ചിട്ടും നോക്കാം. ആദ്യം ഫെച്ച് ഓപ്പറേഷനെ പറ്റി നോക്കാം. ദ ഫസ്റ്റ് byte of an instruction is its opcode. An instruction may be more than one byte long. നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് നമ്മൾ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ഓപ്പ് കോഡിന് വേണ്ടിയിട്ടാണ്. സോ ആ ഓപ്പ് കോഡിന് ഓപ്പ് കോഡ്, ആ ഓപ്പ് കോഡിലെ അഥവാ ഏതൊരു ഇൻസ്ട്രക്ഷനിലും എന്തുണ്ടാവും, ഒരു ഓപ്പ് കോഡ് പാർട്ട് ഉണ്ടാവും. സോ ആ ഒരു ഫസ്റ്റ് ബിറ്റ് എന്തിനാണ്, ഓപ്പ് കോഡാണ്. ആ ഇൻസ്ട്രക്ഷൻ മേ ബി മോർ ദാൻ വൺ ബൈറ്റ് ലോങ്. സോ അതിനെ ഒരു ഇൻസ്ട്രക്ഷൻ നമുക്കറിയാം കുറേ ബൈറ്റ്സ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ബിറ്റ് എന്തായിരിക്കും, ഓപ്പ് കോഡാണ്. ദ അതർ ബൈറ്റ്സ് ആർ ഡാറ്റ ഓർ ഓപ്പറാൻഡ് അഡ്രസ്. മറ്റുള്ള ബൈറ്റ്സ് എന്താണ് നമുക്കറിയാം,
ഡാറ്റ അല്ലെങ്കിൽ ഓപ്പറാൻഡ്സ് ഒക്കെ സ്പെസിഫൈ ചെയ്യാനാണ് ഇൻസ്ട്രക്ഷനിൽ മറ്റുള്ള ബൈറ്റ്സ് ഒക്കെ. ഒരു ബിറ്റ് എന്താണ് ഓപ്പ് കോഡിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ദ പ്രോഗ്രാം കൗണ്ടർ PC എന്തിനാണ് നമുക്കറിയാം, കീപ്സ് ദ മെമ്മറി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അഥവാ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് കീപ്പ് ചെയ്യുന്ന മെമ്മറി ആണ് നമ്മൾ എന്ത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. സോ പ്രോഗ്രാം കൗണ്ടറിൽ എന്താണ്ടാവുക, അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് ഉണ്ടാവുക. So in the beginning of the fetch cycle, the content of the program counter, which is the address of memory location where opcode is available, is sent to the memory. നമ്മൾ എന്താണ് ഫെച്ച് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ എന്താണ് പ്രോഗ്രാം കൗണ്ടറിൽ എന്താണ് ഉണ്ടാവുക, കണ്ടൻ്റ് ആയിട്ട് ഉണ്ടാവുക അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷനാണ് ഉണ്ടാവുക. ഏതിൻ്റെ ഓപ്പ് കോഡിൻ്റെ അഥവാ ഇൻസ്ട്രക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പ് കോഡിൻ്റെ മെമ്മറി ലൊക്കേഷനാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഫെച്ച് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. ഈ സെൻഡ് ടു ദ മെമ്മറി. ഓക്കെ, സോ ദ മെമ്മറി പ്ലേസസ് ദ ഓപ്പ് കോഡ് ഓൺ ദ ഡാറ്റ ബസ് സോ ആസ് ടു ട്രാൻസ്ഫർ ഇറ്റ് ടു ദ മൈക്രോ പ്രോസസർ. ദെൻ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ദ മെമ്മറി പ്ലേസസിൽ എന്താണ് ഉണ്ടാവുക, ഓപ്പ് കോഡ് ഉണ്ടാവുമല്ലോ, ഓപ്പ് കോഡ് ഓൺ ദ ഡാറ്റ ബസ് സോ ടു ട്രാൻസ്ഫർ ഇൻ ടു ദ ദെൻ എന്ത് ചെയ്യുന്നു, ആ ഓപ്പ് കോഡ് എന്ത് ചെയ്യുന്നുണ്ട് മൈക്രോ പ്രോസസറിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. The entire operation of fetching an opcode take 3 clock cycles. എന്താണ് ഇങ്ങനെ ഈ ഒരു എന്താണ് ഫെച്ച് സൈക്കിൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫെച്ചിങ് ഓപ്കോഡ് ഫെച്ച് ചെയ്യുന്ന ഈ ഒരു ഓപ്പറേഷൻ ടേക്ക് ചെയ്യുന്ന ക്ലോക്ക് സൈക്കിൾ എത്രയാണ്, 3 ക്ലോക്ക് സൈക്കിൾസ് ആണ് അത് എടുക്കുന്നത്. അത്രയും ടൈമാണ് ഈ ഒരു ഫെച്ച് സൈക്കിളിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 3 ക്ലോക്ക് സൈക്കിൾസ് ആണ് എടുക്കുക എന്നുള്ളത് ഓർത്ത് വെക്കണേ. ഓക്കെ, ദെൻ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ എ ഫെച്ച് സൈക്കിൾ. ഫെച്ച് സൈക്കിളിൽ ഉള്ള സ്റ്റെപ്സ് ആണെന്ന് ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഫെച്ച് സൈക്കിൾ ഈസ് എ ടൈം റിക്വയർഡ് ടു ഫെച്ച് ആൻ ഓപ്പ് കോഡ് ഫ്രം എ പർട്ടിക്കുലർ ലൊക്കേഷൻ ഇൻ മെമ്മറി. നമ്മൾ പറഞ്ഞു ഫെച്ച് സൈക്കിൾ എന്താണ്, ഒരു ഓപ്പ് കോഡ് ഫെച്ച് ചെയ്യാൻ മെമ്മറിയിൽ നിന്ന് ഒരു മെമ്മറിയിലെ പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നും ഓപ്പ് കോഡ് ഫെച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഫെച്ച് സൈക്കിൾ എന്ന് പറഞ്ഞു അല്ലേ. സോ ജനറൽ ഫെച്ച് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് 3 T സ്റ്റേറ്റ്സ്. നമ്മൾ പറഞ്ഞു എത്ര ക്ലോക്ക് സൈക്കിളാണുള്ളത് അതാണ് അത്രയും നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ആയിരിക്കും അതിന് ഉണ്ടാവുക. സോ ജനറൽ ഫെച്ച് സൈക്കിൾസിന് എത്ര ടി സ്റ്റേറ്റ്സ് ഉണ്ടാവും, 3 T സ്റ്റേറ്റ്സ് ആണ് ഉണ്ടാവുക. ദ ഫസ്റ്റ് ടി സ്റ്റേറ്റ് ഇൻവോൾവ് ദ സെൻഡിങ് ഓഫ് ദ മെമ്മറി അഡ്രസ് സ്റ്റോർ ഇൻ ദ പ്രോഗ്രാം കൗണ്ടർ ടു ദ മെമ്മറി. ഫസ്റ്റ് ടി സ്റ്റേറ്റ്സിൽ എന്താ ഇൻവോൾവ് ചെയ്യുന്നത്, സെൻഡിങ് ഓഫ് ദ മെമ്മറി അഡ്രസ് സ്റ്റോർഡ് ഇൻ ദ പ്രോഗ്രാം കൗണ്ടർ ടു ദ മെമ്മറി. അഥവാ പ്രോഗ്രാം കൗണ്ടറിലുണ്ട് എന്ത്, അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഉണ്ട്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് മെമ്മറിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നോക്കിയിട്ടാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഏത് അഡ്രസ്സാണോ ഉള്ളത് ആ അഡ്രസ്സ് നോക്കിയിട്ടാണ് നമ്മൾ മെമ്മറിയിലോട്ട് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ സെക്കൻഡ് ടി സ്റ്റേറ്റ്സ്, അതാണ് ഫസ്റ്റ് ടി സ്റ്റേറ്റ്സിലപ്പോൾ അതാണ് ചെയ്യുന്നത്. സെക്കൻഡ് ടി സ്റ്റേറ്റ്സിൽ എന്താണ്, കണ്ടന്റ് ഓഫ് ദ അഡ്രസ് മെമ്മറി ഈസ് റീഡ്. During the second T state, the content of the addressed memory is read. This generally is the opcode at a specific location. So എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് ടി സ്റ്റേറ്റ്സിൽ പ്രോഗ്രാം കൗണ്ടറിൽ ഉള്ള മെമ്മറി അഡ്രസ്സ് റീഡ് ചെയ്തു എന്ന് പറഞ്ഞു. ദെൻ എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്തു, ദെൻ ആ ഇതിലോട്ട് പോകുന്നു. ദെൻ രണ്ടാമത്തെ ടി സ്റ്റേറ്റ്സിൽ എന്ത് ചെയ്യുന്നു, ഈ അഡ്രസ്ഡ് മെമ്മറിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്യുന്നു. ആ അഡ്രസ്ഡ് മെമ്മറി റീഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടി സ്റ്റേറ്റ്സിൽ നടക്കുന്നത്. മൂന്നാമത്തെ ടി സ്റ്റേറ്റ്സിൽ നടക്കുന്നത് ഓപ്കോഡ് ഈസ് സെൻഡ് ടു ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ത്രൂ ദ ഡാറ്റ ബസ് ഫോർ എക്സിക്യൂഷൻ. ദെൻ എന്ത് ചെയ്യുന്നു, അങ്ങനെ ആ മെമ്മറിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഓപ്കോഡ് ഫെച്ച് ചെയ്യുന്നു. ആ ഓപ്കോഡിനെ എങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് സെൻഡ് ചെയ്യുന്നു. ഏതിലൂടെ, ഡാറ്റാ ബസ്സിലൂടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് ഈ ഫെച്ച് ചെയ്തിട്ടുള്ള ഓപ്കോഡിനെ സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് ടി സ്റ്റേറ്റ്സിൽ നടക്കുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഫോർ സ്ലോവർ മെമ്മറീസ് ദ പ്രോസസർ ഹാസ് ദ പ്രൊവിഷൻ ടു ഗെറ്റ് ഇൻ ടു ദ വെയിറ്റ് സൈക്കിൾ ആസ് വെൽ. സ്ലോവർ മെമ്മറീസിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നു, എന്തിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്, വെയിറ്റ് സൈക്കിൾസ് എന്ന് പറയുന്ന ഒരു സൈക്കിളിനുള്ള പ്രൊവിഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സ്ലോവർ മെമ്മറി ആകുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല. സോ അങ്ങനെ വെയിറ്റ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിലുണ്ട്. സ്ലോവർ മെമ്മറീസിൻ്റെ കേസിൽ പ്രോസസ്സർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, വെൻ എ പ്രോഗ്രാം ഈസ് ബീങ് എക്സിക്യൂട്ടഡ് ദ CPU പെർഫോം ദ fetch, decode, execute cycle which repeat over and over again until reaching the stored instructions.
നമുക്കറിയാം ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ CPU പെർഫോം ചെയ്യുന്ന ടാസ്ക്കാണ്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ പഠിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫെച്ച് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ 3 സൈക്കിൾസാണ് മെയിനായിട്ടും ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രോഗ്രാമിൽ കുറേ എന്തുണ്ടാവും, ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഓരോ ഇൻസ്ട്രക്ഷൻസിനെയും ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? സ്റ്റോപ്പ് ഇൻസ്ട്രക്ഷൻ എത്തുന്നത് വരെ എന്ത് ചെയ്യും, ഈ പ്രോസസ്സുകൾ ഇങ്ങനെ, ഈ ഓപ്പറേഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാൻ പറ്റും അല്ലേ, ഒരു ALU എന്ത് ചെയ്യുന്നു, റാമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഫെച്ച് ചെയ്യുന്നുണ്ട്. ഫെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലേ, നമ്മൾ രജിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾ പ്രോഗ്രാം കൗണ്ടേഴ്സ് പോലുള്ള രജിസ്റ്റേഴ്സ്. then അങ്ങനെ എന്ത് ചെയ്യുന്നു, ഡീകോഡ് ചെയ്യുന്നു. കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, then ആ കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഒരു രീതിയിലുള്ള സൈക്കിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫെച്ച് ഡീകോഡ്, എക്സിക്യൂട്ട്, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു സൈക്കിൾ രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ 3 ഓപ്പറേഷൻസ് ഇങ്ങനെ പെർഫോം ചെയ്യുന്നു. ഏതുവരെ? സ്റ്റോപ്പ് ഇൻസ്ട്രക്ഷൻ എത്തുന്നത് വരെ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ സമ്മറി ഓഫ് ദ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ദ പ്രോസസർ ചെക്സ് ദ പ്രോഗ്രാം കൗണ്ടർ ടു സീ വിച്ച് ഇൻസ്ട്രക്ഷൻ ടു റൺ നെക്സ്റ്റ്. എന്ത് ചെയ്യുന്നു, പ്രോസസർ ചെക്ക് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം കൗണ്ടർ, അഥവാ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യുന്നു, പ്രോഗ്രാം കൗണ്ടറിൽ നോക്കിയിട്ട് പ്രോസസർ ചെക്ക് ചെയ്യും. ദ പ്രോഗ്രാം കൗണ്ടർ ഗീവ് ആൻ അഡ്രസ് വാല്യൂ ഇൻ ടു ദ മെമ്മറി ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും, ഇങ്ങനെ പ്രോസസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം കൗണ്ടർ എന്ത് കൊടുക്കും, അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി അഡ്രസ്സ് കൊടുക്കും. ദ പ്രോസസർ ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ വാല്യൂ ഫ്രം ദിസ് മെമ്മറി ലൊക്കേഷൻ. അങ്ങനെ ആ പ്രോഗ്രാം കൗണ്ടർ കൊടുത്തിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ നിന്നും എന്ത് ഫെച്ച് ചെയ്യും, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും. ആര്? പ്രോസസർ ഫെച്ച് ചെയ്യും. വൺസ് ദ ഇൻസ്ട്രക്ഷൻ ഹാസ് ബീൻ ഫെച്ച്, ഈ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് നീഡ്സ് ടു ബി ഡീകോഡഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ആ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാണ് ആര് ചെയ്യുക, പ്രോസസർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ദിസ് കുഡ് ഇൻവോൾവ് ടേക്കിംഗ് വൺ വാല്യൂ, പുട്ടിംഗ് ഇൻ ടു ദ ALU, then taking a different value from a register and adding the two together. ഓക്കെ, എന്ത് ചെയ്യുന്നു, ഇവിടെ എന്താ പറഞ്ഞത്, ഒരു രജിസ്റ്ററിൽ നിന്ന് ഒരു വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ALUയിലോട്ട് ഉള്ള ഒരു വാല്യൂയിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ്റെ സമയത്തും എന്താണ്, ഇപ്പോൾ നമ്മൾ 1 2 3 4 എന്ന് പറയുന്ന സ്റ്റെപ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. Once this is completed, the processor goes back to the program counter to find the next instruction. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷനെ അതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം കൗണ്ടറിലോട്ടാണ് പിന്നെ പ്രോസസ്സർ പോകുന്നത്. ദിസ് സൈക്കിൾ ഈസ് റിപ്പീറ്റ് അണ്ടിൽ ദ പ്രോഗ്രാം ഈസ്. അങ്ങനെ ഈ ഒരു സൈക്കിളാണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. ഏത് പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് വരെ ഈ ഒരു സൈക്കിളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ എക്സിക്യൂട്ട് സൈക്കിളിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇന്നൂടെ പറയുന്നുണ്ട്. മെമ്മറി റീഡ് കൺസിസ്റ്റ് ചെയ്യുന്നത് എക്സിക്യൂട്ട് സൈക്കിളിലാണ്. മെമ്മറി റൈറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ്. സോ ഇത്രയും ഓപ്പറേഷൻസാണ് മെയിനായിട്ടും എക്സിക്യൂട്ട് സൈക്കിൾസിൽ വരുന്നത്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കറിയാം ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മെമ്മറി റീഡ് നടത്തേണ്ടി വരും, മെമ്മറി റൈറ്റ് ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡ് ഉണ്ടാവും, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ സൈക്കിൾ ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് ഓപ്പറേഷൻസ് ഓഫ് 8085 മൈക്രോ പ്രോസസറിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.